ഹിജറ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ആ വാക്കിന് അർത്ഥം മസ്ഹത്തർക്ക്, ഉപേക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്ന ഹിജറ എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് അൽ ഇന്തിഖാൽ മിൻ ബിലാദിൽ കുഫ്രി ഇലാ ബിലാദിൽ ഇസ്ലാമി ഫിറാറൻ ബിദ്ദീൻ, ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുഫർ വ്യാപിച്ചിട്ടുള്ള രാജ്യത്ത് നിന്നും ഇസ്ലാമിന്റെ രാജ്യത്തിലേക്ക് പലായനം ചെയ്യുക എന്നുള്ളതാണ് ഹിജറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിജറ ഖിയാമത്ത് നാൾ വരെ ബാക്കിയുള്ള കാര്യമാണ്. അത് അങ്ങനെ ഒരു അമൽ നിലനിന്ന് പോയിട്ടില്ല, ഖിയാമത്ത് നാൾ വരെയുള്ള കാര്യമാണ്. ലാ ഹിജറ ബഅദൽ ഫത്ഹ്, ഫത്ഹിന് ശേഷം ഹിജറ ഇല്ല എന്ന ഹദീസ് സഹോദരങ്ങളെ മക്കം ഫത്ഹിന് ശേഷം അഥവാ മക്ക മുസ്ലിമീങ്ങളുടെ രാജ്യമായതിനു ശേഷം ഇനി ആരും മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോകേണ്ടതില്ല എന്നത് മാത്രമേ അറിയിക്കുന്നുള്ളൂ. അതല്ല എങ്കിൽ എല്ലാ നാടുകളിലും ഖിയാമത്ത് നാൾ വരെ ദീൻ സംരക്ഷിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അവിടുന്ന് പോകാൻ അവന് സാധിക്കുമെങ്കിൽ അവൻ പോകുന്ന ആ കാര്യത്തിനാണ്, പ്രവർത്തിക്കാണ് ഹിജറ എന്ന് പറയുന്നത്. അതിന്റെ ഹുക്കും എന്താണ്? അതിന്റെ ഹുക്കും അവന് സാധിക്കുന്നവനാണെങ്കിൽ വാജിബാണ്. അഥവാ അവനിവിടെ അള്ളാഹനെ മാത്രം ആരാധിക്കാൻ സാധിക്കുന്നില്ല, ഉപദ്രവിക്കപ്പെടുകയാണ്, പ്രയാസം ഉണ്ടാവുകയാണ്, നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, ബാങ്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല, എങ്ങനെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ പോലും പൂർത്തിയാക്കാൻ അവിടെ സാധിക്കുന്നില്ല, ആളുകൾ ഭയപ്പെടുത്തുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ് എങ്കിൽ, സാധിക്കുമെങ്കിൽ അവിടെ ഇസ്തിതാഅത്ത് നിബന്ധനയാണ്. സാധിക്കാത്തൊരുവനെ അത് നമുക്ക് അവന് വാജിബ എന്ന് പറയാൻ സാധിക്കില്ല. സാധിക്കുമെങ്കിൽ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോകുക എന്നുള്ളതാണ് ബാധ്യതയായിട്ടുള്ളത്. അതല്ലാതെ ഞാൻ എന്റെ നാട് വിട്ട് എവിടെയും പോലെ ഇസ്ലാം പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടല്ല. അഥവാ നിന്റെ നാടിനേക്കാൾ, ജന്മനാടിനേക്കാൾ, നിനക്ക് ഇവിടെ കിട്ടുന്ന ഭൗതികമായ സുഖങ്ങൾ കുറഞ്ഞാലും ശരി, ഇസ്ലാം നീ വിട്ടുകൊടുക്കാൻ പാടില്ല. നീ ദീനനുസരിച്ച് മരണം വരെ ജീവിക്കണം. കാരണം നീ എന്നും ഇവിടെ ജീവിക്കാനുള്ളവനല്ല, നിനക്ക് പരലോകമുണ്ട്. അതുകൊണ്ട് ദീനനുസരിച്ച് ജീവിക്കാൻ നിനക്ക് എവിടെയാണോ എളുപ്പമാകുന്നത് അവിടേക്ക് പോകുക എന്നുള്ളതാണ്. ഇത് മനുഷ്യന്മാർ അവരുടെ ദുന്യവിയായ ഭൗതികമായ കാര്യങ്ങൾക്ക് എപ്പോഴും ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ നല്ല പഠന സൗകര്യമില്ല എങ്കിൽ ആളുകൾ കാനഡയിലേക്ക് പോകും, ആളുകൾ അമേരിക്കയിലേക്ക് പോകും, ആളുകൾ UK യിലേക്ക് പോകും. എന്തിനാണ്? ഇവിടെ MBA പഠിക്കാൻ അത്ര സൗകര്യമില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് പഠിച്ചാൽ നമുക്ക് നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകാറുണ്ട്. കാരണം ഇവിടെ അതിന് സൗകര്യമില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗതികതയേക്കാൾ നമുക്ക് ഏറ്റവും പ്രാധാന്യം നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കിവിടെ സാധിക്കുന്നില്ല എങ്കിൽ, അങ്ങനെ സാധിക്കുന്ന ഒരു നാട്ടിലേക്ക് പോകാൻ എല്ലാം കൊണ്ടും, സാമ്പത്തികമായും അതുപോലെ ആ നാട് നമ്മൾ സ്വീകരിക്കുന്നതുമായും ഒക്കെ ആയിട്ട് എളുപ്പമുണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകുന്ന ഒരു പ്രവൃത്തിക്കാണ് ഹിജറ എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ചില ആൾ ഹിജറ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ തീവ്രവാദ പ്രവർത്തനം പോലെ ഹിജറ എന്താ ഹിജറ എന്ന് പറഞ്ഞാൽ? ഹിജറ എന്ന് പറഞ്ഞാൽ നാട് മാറിപ്പോകും, ഇവിടെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. ദീനനുസരിച്ച് ജീവിക്കുന്ന സ്ഥലത്തേക്ക് മാറിപ്പോവുക സാധിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ നാട്ടിലേക്ക് പോയി സ്വന്തം നാട്ടിനെതിരെ എന്തെങ്കിലും തിരിയാന്നോ, സ്വന്തം നാട്ടിനെതിരെ അക്രമം അയച്ചുവിടാന്നോ, ഇതൊന്നും അതിന്റെ അർത്ഥമൊന്നുമില്ല. ദീനനുസരിച്ച് നമുക്ക് ജീവിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരലോകം മാത്രം, അല്ല ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനോ ദുനിയാവിൽ ഏതെങ്കിലും നാട് വെട്ടിപ്പിടിക്കാനോ ഇതൊന്നും നമ്മുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതല്ല. ദീന നമുക്ക് സംരക്ഷിക്കണം, ദീന നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല, നമുക്കും കുടുംബത്തിലൊക്കെ ശരിക്കും ജീവിക്കാൻ പറ്റണം. അങ്ങനെ ഒരു അവസ്ഥ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെ മാറിപ്പോകൽ അതിന് സാധിക്കുന്നവർക്ക് വാജിബാണ്. എന്നാൽ ഒരാൾക്ക് അത് സാധിക്കുന്നില്ല മിക്കപ്പോഴും ഇന്നത്തെ ഒരു സാഹചര്യം പോലെ. കാരണം പല ഇസ്ലാമിക രാജ്യങ്ങൾ പോലും നമ്മൾ അങ്ങനെ ഹിജറ അവിടെ പോയി നിങ്ങളെല്ലാവരും കൂടെ കെട്ടിയെടുത്ത് അവിടെ സ്വീകരിക്കാനും സ്വീകരിക്കുന്നില്ല. നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ ഒന്നും ചിലപ്പോൾ അങ്ങനെ സാധിക്കുകയില്ല. അതുകൊണ്ട് പലപ്പോഴും നമുക്കത് നിർബന്ധമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. ഇനി പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം പോലെ ദീനനുസരിച്ച് അൽഹംദുലില്ലാഹ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന രാജ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ നമുക്കതിന് വലിയ നന്ദി ഉണ്ടാകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട്. അല്ലാഹു തആലയോട് വലിയ നന്ദി ഉണ്ടാകേണ്ട കാര്യം, നമുക്ക് നമ്മുടെ ദീനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാഹ് പരമാവധി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും തിരിച്ചറിയണം ആ നിഅമത്തിനെ കുറിച്ച്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ദീന് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ നിലക്കും അല്ലാഹുവിന്റെ ദീനനുസരിച്ച് നമുക്ക് സാധിക്കുന്നുണ്ട് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് വാജിബാകുന്നില്ല. എന്നാൽ അത് മുസ്തഹബാകുമോ? അതെ, മുസ്തഹബാണ്. അപ്പോഴും പ്രതിഫലാർഹമായ കാര്യമാണ്. നമ്മൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇതിനേക്കാൾ കൂടുതൽ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും തീർച്ചയായും ഇസ്ലാമിക രാജ്യങ്ങൾ. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് പോകൽ പ്രതിഫലാർഹമായ കാര്യമാണ്, കുറ്റകരമല്ല നമ്മളവിടെ തുടർന്നു കഴിഞ്ഞാൽ. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു, ചില ആളുകൾക്ക് അത്തരം സാഹചര്യങ്ങൾ നാട്ടിൽ നിൽക്കലാണ് അഫ്ളൽ. ആർക്കാണത്? ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് അവരെ കൊണ്ട് ഉപകാരമുണ്ട് എങ്കിൽ ആ ഒരു മുസ്തഹബ് ഒഴിവാക്കിക്കൊണ്ട് അവൻ നാട്ടിൽ തുടരലാണ് അവൻ മുസ്തഹബ്. എന്ന് വെച്ചാൽ ഒരു മസ്ജിദിന്റെ ഇമാം, ഒരു മസ്ജിദിന്റെ ഖതീബ്, അല്ലെങ്കിൽ ആ നാടുകളിൽ ആളുകൾക്ക് ദീൻ പകർന്നു കൊടുക്കുന്ന ആളുകൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഈ ദൗത്യം ഏറ്റെടുക്കാൻ ആളില്ലാതായി പോകും. അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇസ്ലാമിക രാജ്യങ്ങളിൽ തുടരലാണ് ചിലപ്പോൾ. അത് അവർക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് അതായിരിക്കും അഫ്ളൽ. ആ നാട് വിട്ടു പോകുന്നതിനേക്കാളും അഫ്ളൽ അവർക്ക് അതായിരിക്കും എന്ന് സഹോദരങ്ങളെ പറയാം. ഇതാണ് ഹിജറയുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് ബാക്കിയുള്ള കാര്യമാണ്. ഇനി ചില സമയത്ത് ഹിജറ അത് ഇസ്ലാമിക രാജ്യത്തേക്ക് പോകണമെന്നില്ല, മറിച്ച് മഅസിയത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും താഅത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകലും മറ്റൊരു ഹിജറയാണ്. അത് നമ്മൾ നിൽക്കുന്ന നാട് അത് ചിലപ്പോൾ ഇസ്ലാമിക രാജ്യമാകട്ടെ, ഇസ്ലാമിക രാജ്യമാകട്ടെ, പക്ഷെ വളരെയധികം ഫാഹിഷത്ത്, മ്ലേച്ഛതകൾ നിറഞ്ഞു നിൽക്കുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നതിന് നമ്മുടെ മക്കൾ കേടായിപ്പോ, നമ്മൾ തന്നെയും കേടായിപ്പോ, കുടുംബം കേടായിപ്പോ. അങ്ങനെ ഒരു മോശപ്പെട്ടൊരു ചുറ്റുപാടാണ് അവിടെ ഉള്ളത് എങ്കിൽ കുറച്ചങ്ങോട്ട് മാറി നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അള്ളാഹുവിന് നന്നായി താഅത്ത് ചെയ്യാൻ, പുണ്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടതായ കാര്യമാണ്. അത് ചെയ്യേണ്ടതായ പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക.